രാജ്യത്തിന്റെ ക്രിമിനൽ നിയമ സംവിധാനത്തെ പൊളിച്ചെഴുതാൻ ലക്ഷ്യമിടുന്നവയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ബില്ലുകൾ. കൊളോണിയൽ കാലത്തെ നിയമങ്ങൾ മാറ്റി പൗരന്മാർക്ക് നീതി പ്രദാനം ചെയ്യുന്നവയാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ ബില്ലുകളാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ചത്. 2023 ഓഗസ്റ്റിലായിരുന്നു ആദ്യമായി ഈ ബില്ലുകൾ കേന്ദ്ര സർക്കാർ സഭയിൽ അവതരിപ്പിച്ചത്. അവിടെ നിന്ന് പല ഭേദഗതികളും മാറ്റങ്ങളും ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ രൂപമാണ് നിലവിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചിരിക്കുന്നത്. നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ അതേ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് പുതിയ നിയമസംഹിതയെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. രാജ്യദ്രോഹ കുറ്റം എടുത്തുകളഞ്ഞെങ്കിലും സർക്കാരിനെതിരെയുള്ള വിമത ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലുണ്ടെന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അവകാശപ്പെടുന്നത് പോലെ വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാനായിട്ടില്ലെന്നും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ തീവ്രവാദത്തെ നിർവചിക്കുക, ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് പരമാവധി ശിക്ഷ, വാഹനമിടിച്ചിട്ട് നിർത്താതെ പോകുന്നവർക്ക് 10 വർഷം തടവ് എന്നിങ്ങനെ ചില കൂട്ടിച്ചേർക്കലുകളും നടത്തിയിട്ടുണ്ട്. വിവാഹേതര ബന്ധം കുറ്റകൃത്യമാണെന്ന് പാർലമെന്ററി സമിതിയുടെ ശുപാർശ ഉണ്ടായിരുന്നെങ്കിലും സുപ്രീം കോടതി വിധിയെ റദ്ദ് ചെയ്യുന്ന തീരുമാനമാകുമെന്നതിനാൽ അത് ഒഴിവാക്കിയിട്ടുമുണ്ട്. പല നിയമങ്ങളുടെ വകുപ്പുകളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. ബലാത്സംഗത്തിന് ഇരയായവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന തരത്തിൽ കോടതി നടപടികൾ കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ള വകുപ്പ് പുതിയ നിയമത്തിൽ ഉൾച്ചേർത്തിട്ടുമുണ്ട്. ബലാത്സംഗ കേസുകളിലെ വിചാരണ വേളയിൽ തന്ത്രപ്രധാനമായ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്ന മാധ്യമ കവറേജ് തടയാനാണ് ഈ വകുപ്പ് ലക്ഷ്യമിടുന്നത്. കൂടാതെ 86-ാം വകുപ്പ് സ്ത്രീകൾക്കെതിരെ ഭർത്താവോ ബന്ധുക്കളോ ചെയ്യുന്ന ക്രൂരത നിർവചിക്കുന്നുമുണ്ട്. പുതിയ കരടിലെ നിയമപ്രകാരം സ്ത്രീയുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രവൃത്തികളെയും ക്രൂരതയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ശാരീരിക ആക്രമണം മാത്രമായിരുന്നു ഇതിന്റെ കീഴിലുണ്ടായിരുന്നത്. രാഷ്ട്രീയമോ സാമ്പത്തികമോ സാമൂഹികമോ ആയ ഘടനകളെ അസ്ഥിരപ്പെടുത്തുന്നതിനോ തകർക്കുന്നതിനോ വേണ്ടിയുള്ള ശ്രമമായിരുന്നു മുൻപ് തീവ്രവാദം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് പരമാധികാരം, സാമ്പത്തിക സുരക്ഷ, ധനസ്ഥിരത തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തീവ്രവാദം എന്നതിന്റെ നിർവചനത്തിലും വ്യാപ്തിയിലും കാര്യമായ മാറ്റമാണ് ഭാരതീയ ന്യായ സംഹിത ബില്ലിൽ വരുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, സുരക്ഷ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത എന്നീ ഘടകങ്ങളെ വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് BNSലെ തീവ്രവാദത്തിനുള്ള നിർവചനം. വ്യാജ കറൻസിയുടെയോ മറ്റ് വസ്തുക്കളുടെയോ ഉൽപ്പാദനം, കള്ളക്കടത്ത് അല്ലെങ്കിൽ പ്രചാരം എന്നിവയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ദോഷം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയും ഇനി മുതൽ ഭീകരപ്രവർത്തനത്തിന് കീഴിൽ വരും. ഇതുകൂടാതെ ഇന്ത്യയിലോ ഏതെങ്കിലും വിദേശ രാജ്യത്തോ ഉള്ള ഇന്ത്യക്കാർക്കിടയിൽ ഭീകരത സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ളതോ ആയ പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കുകയോ ചെയ്യുന്നതും തീവ്രവാദ പരിധിയിൽ വരുന്നുണ്ട്. ഏതെങ്കിലും പൊതുപ്രവർത്തകനെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതും മേൽപ്പറഞ്ഞ കുറ്റത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 113-ാം വകുപ്പ് പ്രകാരം UAPA വകുപ്പ് ഉൾപ്പെടുത്താനുള്ള അധികാരം പോലീസ് സൂപ്രണ്ട് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർക്ക് നിജപ്പെടുത്തിയിട്ടുമുണ്ട്. സാമൂഹിക സേവനത്തെ പരിഷ്കരിച്ച ബില്ലുകൾ കൂടുതൽ വ്യക്തമായി നിർവചിക്കുന്നുമുണ്ട്. തടവ്, പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിവയ്ക്ക് പുറമെ ശിക്ഷയുടെ മറ്റൊരു രൂപമായി സാമൂഹിക സേവനത്തെ ബില്ലിന്റെ ആദ്യ കരടിൽ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇതിനു കീഴിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ പരിഷ്കരിച്ച ബില്ലിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയുടെ ഒരു രൂപമായി വർത്തിക്കുന്ന കോടതി ഉത്തരവിട്ട ഏതൊരു ജോലിയെയും സാമൂഹിക സേവനമായി നിർവചിക്കുന്നുണ്ട്. 1-ാം ക്ലാസ്, 2-ാം ക്ലാസ് മജിസ്ട്രേറ്റുകൾക്കാണ് സാമൂഹിക സേവനം ഒരു ശിക്ഷയായി നൽകാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ആൾക്കൂട്ട കൊലപാതകത്തെ ക്രിമിനൽ നിയമങ്ങളുടെ കീഴിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. ബില്ലിന്റെ ആദ്യ രൂപത്തിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് കുറഞ്ഞത് 7 വർഷം വരെയായിരുന്നു ശിക്ഷ. എന്നാൽ പുതുക്കിയ ബില്ലിൽ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമായാണ് നിർവചിച്ചിരിക്കുന്നത്. വിവാഹേതര ബന്ധം, ദമ്പതികൾക്കിടയിലെ ഉഭയസമ്മതപ്രകാരമില്ലാത്ത ലൈംഗികത എന്നിവ കുറ്റകരമാക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നുള്ളതും ശ്രദ്ധേയമാണ്. വ്യഭിചാരം സംബന്ധിച്ച IPCയിലെ 497 വകുപ്പ് വിവേചനപരവും സ്ത്രീകളുടെ അന്തസ്സിന് വിരുദ്ധവുമാണെന്ന് പരിഗണിച്ച് സുപ്രീം കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. ഒപ്പം പ്രായപൂർത്തിയായവർ തമ്മിലുള്ള ഉഭയസമ്മതപ്രകാരമുള്ള സ്വവർഗരതിയും നിയമപരമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം നിയമങ്ങൾ ഒഴിവാക്കിയത്. ചികിത്സയ്ക്കിടെ രോഗി മരിച്ചാൽ ഡോക്ടർമാർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്ന് അമിത് ഷാ ലോക്സഭയിൽ പറഞ്ഞിരുന്നെങ്കിലും അത് തെറ്റാണെന്ന് ബില്ലിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നപ്പോൾ വ്യക്തമായിരുന്നു.
അശ്രദ്ധ മൂലം രോഗിക്ക് ജീവഹാനിയുണ്ടായാൽ 2 വർഷം വരെ ശിക്ഷയാണ് BNS 2023 വ്യവസ്ഥ ചെയ്യുന്നത്. നിലവിലുള്ള ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ പൊളിച്ചെഴുതുന്ന സുപ്രധാനമായ ബില്ലുകൾക്ക് ക്രിസ്മസ് ദിനത്തിൽ രാഷ്ട്രപതിയുടെ അംഗീകാരവും വന്നിരിക്കുകയാണ്. ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ IPC, CRPC, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി അവതരിപ്പിക്കപ്പെട്ട ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ലും നിയമമായി മാറിയിട്ടുണ്ട്. കൊളോണിയൽ കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഭാരതീയമാക്കാൻ ഉദ്ദേശിച്ചാണ് പൊളിച്ചെഴുതുന്നതെന്ന് കേന്ദ്രം നേരത്തെ അവകാശപ്പെട്ടിരുന്നു. സസ്പെൻഷനെ തുടർന്ന് പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യകക്ഷികൾ പാർലമെന്റിന് പുറത്തായ സമയത്തായിരുന്നു 3 ബില്ലുകളും ഇരുസഭയിലും പാസാക്കിയത്. ഓഗസ്റ്റ് 11-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. കമ്മിറ്റി നവംബർ 10-ന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഡിസംബർ 11-ന് ബില്ലുകൾ പിൻവലിക്കുകയാണ് ചെയ്തത്. പിന്നീട് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളാണ് സഭകൾ പാസാക്കിയിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ക്രിമിനൽ കുറ്റമാവുകയും ചെയ്തിട്ടുണ്ട്. ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാകുന്ന വകുപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഭാരതീയ ന്യായ സംഹിത ബില്ലിൽ 150-ാം വകുപ്പ് രാജ്യദ്രോഹത്തെ കുറ്റകൃത്യമായി നിലനിർത്തിയിട്ടുണ്ട്. ഏത് കേസിലും നിലവിലെ പോലീസ് കസ്റ്റഡിയിൽ കാലാവധി അറസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ 15 ദിവസമാണ്. ഇതിനപ്പുറവും പോലീസ് കസ്റ്റഡി നീട്ടാനുതകുന്ന വ്യവസ്ഥ ഭാരതീയ നാഗരിക് സുരക്ഷാ സംവിധാന ബില്ലിലുണ്ട്. അതേസമയം അന്വേഷണവും കുറ്റപത്ര സമർപ്പണവും അടക്കമുള്ള കേസുകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടുമുണ്ട്. പുതിയ നിയമങ്ങൾ പ്രകാരം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കെതിരായ പ്രവർത്തനവും ഭീകരവാദവുമാകും. അതേസമയം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ഘടനയെ അസ്ഥിരപ്പെടുത്തുന്നത് ഭീകരപ്രവർത്തനമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമത്തിൽ പറയുന്ന പ്രധാന വസ്തുതകൾ ഇവയൊക്കെയാണ്. ലൈംഗികാതിക്രമം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന പുതിയ അധ്യായം തന്നെ തുറന്നിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരായ ക്രൂരപീഡന കേസിൽ ബന്ധപ്പെട്ട വകുപ്പുകളും പോക്സോ നിയമവും ഒന്നിച്ച് കണക്കിലെടുക്കും. ഇത് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമായിട്ടുണ്ട്. കൂട്ടപീഡന കേസുകളിൽ കുറഞ്ഞത് 20 വർഷമോ ജീവപര്യന്തമോ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥ നൽകിയിട്ടുമുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക മുതലെടുപ്പിനും ശിക്ഷയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തീവ്രവാദ കുറ്റത്തിന് 113 ഒന്നാം വകുപ്പ് പ്രകാരം പുതിയ നിർവചനവും നൽകിയിട്ടുണ്ട്. വധശിക്ഷയോ പരോളില്ലാത്ത ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റമാണിത്. പൊതുസ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്വത്തോ തകർക്കുന്നതും വകുപ്പിന്റെ പരിധിയിൽപ്പെടുന്നുണ്ട്. സംഘടിതമായി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനം സംഘടിത കുറ്റകൃത്യമായി നിർവചിക്കുകയും ചെയ്തു. സായുധ വിമത പ്രവർത്തനം, വിഘടനവാദം, രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യൽ തുടങ്ങിയവ വകുപ്പിന്റെ പരിധിയിലുണ്ട്. ചെറിയ കുറ്റങ്ങൾ 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാക്കി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. ആൾനാശമുണ്ടാക്കിയാൽ വധശിക്ഷയോ ജീവപര്യന്തമോ ശിക്ഷിക്കും. 10 ലക്ഷത്തിൽ കുറയാതെ പിഴയുമുണ്ട്. ഇവരെ സഹായിക്കുന്നവർക്കും ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കും നിർവചനം നൽകിയിട്ടുണ്ട്. കൂടാതെ വർഗം, ജാതി, സമുദായം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ വകുപ്പ് ഉൾപ്പെടുത്തി ചേർത്തിട്ടുമുണ്ട്. ഇതിന് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കുകയും ചെയ്യും. ഒരാൾക്ക് അംഗവൈകല്യം ഉണ്ടാകുകയോ ഇതിൻ്റെ വക്കോളം എത്തുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ കടുത്ത ശിക്ഷയ്ക്കും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കുറ്റകൃത്യത്തിൽ ഇരയാകുന്നയാൾക്ക് പ്രാമുഖ്യം നൽകുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരയാകുന്നവർക്ക് അഭിപ്രായം വ്യക്തമാക്കുന്നതിനും വിവരം ലഭിക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുള്ള അർഹത അവകാശമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ നിന്നും പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യാമെന്നുള്ള പ്രത്യേകതയാണ് ഏറ്റവും വലുത്. പണം നൽകാതെ തന്നെ FIR പകർപ്പ് പരാതിക്കാരന് നൽകണം. അന്വേഷണ പുരോഗതി 90 ദിവസത്തിനകം അറിയിക്കണമെന്നും നിജപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കിയെങ്കിലും തത്തുല്യമായ വ്യവസ്ഥ ഉൾപ്പെടുത്തി വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഐക്യവും വെല്ലുവിളിക്കുന്നതും 152-ാം വകുപ്പ് പ്രകാരം കുറ്റകരമാകും. IPC-യിലെ രാജ്യദ്രോഹ വകുപ്പ് 124A സർക്കാരിനെതിരെ എന്നായിരുന്നുവെങ്കിൽ പുതിയതിൽ രാജ്യത്തിനെതിരെ എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. വിദ്വേഷം, അപകീർത്തി എന്നിവ ഒഴിവാക്കി സായുധ വിമത പ്രവർത്തനം, വിഘടനവാദം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് പുതിയതിൽ വ്യക്തമാക്കുന്നതില്ലാത്തതിനാൽ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്ന സർക്കാർ വാദം നിലനിൽക്കുന്നുമുണ്ട്.